ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നമ്മുടെ രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് ഒരു മണ്ഡപത്തിലോട്ട് വരികയാണ്. രേവതി പുതിയതായിട്ടുണ്ടാക്കിയ കുറച്ച് മോഡൽസും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് സച്ചിയും അത് അകത്തോട്ട് വരുന്ന സമയത്ത് രേവതി പറയും, വേണ്ട സച്ചിയേട്ടാ, ഞാൻ അകത്തോട്ട് പോകും. അതെന്താ രേവതി, ഞാൻ വന്ന വേണ്ട, എപ്പോഴും ഭാര്യയുടെ കൂടെ നടക്കുന്ന ഭർത്താവ് എന്നുള്ളൊരു പേര് സച്ചിയേട്ടന് വരും. ഇത് എനിക്ക് കൈകാര്യം ചെയ്യുന്ന കാര്യമില്ലേ ഉള്ളൂ. എനിക്ക് ഈ മോഡൽസൊക്കെ അകത്തിരിക്കുന്ന മാനേജറെ കൊണ്ടുവന്ന് കാണിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഇവിടെ വരുന്ന വർക്കുകളൊക്കെ നമുക്ക് തരുമെന്ന് ചോദിക്കാം. സച്ചിയുടെ പൊയ്ക്കോളാൻ പറയും. അങ്ങനെ സച്ചി തിരികെ പോവുകയാണ്. ആ സമയത്ത് രേവതി അകത്ത് കയറി മണ്ഡപത്തിലുള്ള മാനേജറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സാർ, ഇതിപ്പോൾ ഞാൻ പുതുതായിട്ടുണ്ടാക്കിയ മോഡലുകളാണ്. ഞാൻ 1-2 വർക്ക് മിതമായ നിരക്ക് ചെയ്തു കൊടുക്കും. ഇതാണ് എൻ്റെ പുതിയ മോഡൽ. ഇവിടെ വരുന്ന വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നത് തരണമെന്ന് പറയും. ശരി, ഇത് കൊള്ളാമല്ലോ മോളെ എന്ന് പറയും. ഒരു കാര്യം ചെയ്യും, കുട്ടിയുടെ കോൺടാക്ട് നമ്പർ തന്നാൽ മതി. ഇവിടെ വരുന്ന പുതിയ വർക്ക് ഞാൻ ഡിസൈനൊക്കെ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാം. അവർക്ക് ഇഷ്ടമായ കുട്ടിയെ കോൺടാക്ട് ചെയ്യുമെന്ന് പറയും. വളരെ നന്ദിയെന്ന് പറയും. അങ്ങനെ ആ സന്തോഷത്തിൽ രേവതി അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഹേമ അങ്ങോട്ട് വരുന്നത്. ഹേമ രേവതിയെ കാണുന്നതും ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. മുമ്പ് ഹേമയ്ക്ക് കിട്ടുന്ന ഒരു വർക്കാണ് രേവതി ചെയ്തു കൊടുത്തത്. അപ്പോഴത്തേക്ക് അകത്തോട്ട് കയറി വരുന്ന ഹേമ ഈ മോഡൽസ് എല്ലാം കാണിച്ചു ചോദിക്കും, ഇതെന്താ സാറേ, വല്ല പിള്ളേർക്കും കളിക്കാനുണ്ടാക്കി വെച്ചിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് പറയും. അപ്പോൾ ഇത് രേവതിയെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഹേമ അങ്ങനെ പറയുന്നത്. ഉടനെ പറയും, അയ്യോ, ഇത് കളിപ്പാട്ടമല്ല ഹേമ മാഡം, ഈ കുട്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഡിസൈനാണ്. മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ വർക്ക് ചെയ്തു വെച്ചതാണ്, അതിൻ്റെ മോഡൽസ് ആണെന്ന് പറയും. ഇവളാണോ ഇത് ചെയ്തത്? ഇതൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറിലല്ലേ ആൾക്കാർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചീള് സാധനങ്ങൾ കൊണ്ട് ആരെങ്കിലും ഇങ്ങാതിരി മോഡലൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കും. ഉടനെ രേവതി പറയും, ഞാനുണ്ടാക്കിയത് മോഡൽ തന്നെയാണ്, അല്ലാതെ ഇത് ചവറ് സാധനമൊന്നും അല്ലെന്ന് രേവതി തിരിച്ചു പറയുന്നുണ്ട്. നീ എന്തിനാണ് എപ്പോഴും എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കും. ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ പുറകെ വന്നത്. നിങ്ങളല്ലേ മുമ്പ് എനിക്ക് കിട്ടാൻ പോയൊരു വർക്ക് തട്ടിയെടുത്തെന്ന് പറയും. തട്ടിയെടുത്തതോ? നിന്നേക്കാൾ മുൻപ് ഈ ഫീൽഡിൽ വന്നതാണ് ഞാൻ. എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇതിനെ കൊണ്ടുവന്ന് നോക്കും. നിങ്ങളുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. എനിക്ക് അറിയാവുന്ന പരിചയം വെച്ച് അറിയാവുന്ന കാര്യം കൊണ്ട് ഞാൻ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്നു. എനിക്ക് കിട്ടാൻ പോകുന്ന വർക്കുകളൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാതാക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ നിൻ്റെ എന്ത് വർക്ക് ഇല്ലാതാക്കി? ഇത് എൻ്റെ ഫീൽഡാണ്, ഇത് എനിക്കറിയാവുന്ന സ്ഥലമാണ്. ഇത് എനിക്ക് കിട്ടേണ്ട വർക്കുകളൊന്നും നിനക്ക് കിട്ടത്തില്ല. നീ അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും വേണ്ട. എനിക്കങ്ങനെ വർക്ക് തട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന മോഡലുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമെന്ന് പറയും. നീ എന്താ എന്നോട് മത്സരിക്കാൻ നിൽക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അവിടെ സംസാരം ഉണ്ടാവുകയാണ്. അപ്പോഴത്തേക്ക് ഹേമയുടെ കൂടെ വരുന്ന 2 ആൾക്കാരുണ്ട്. അവർ പറയും, നീ എന്താ ഞങ്ങളുടെ മേഡത്തിനോട് കൈകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഉണ്ടാക്കി വെച്ചിരുന്ന മോഡലെല്ലാം കൂടി അവിടെ ചവറ്റുകുപ്പയെ കൊണ്ടിട്ട് അങ്ങ് നശിപ്പിക്കുകയാണ്. അത് കാണുന്നതും ആ മാനേജർ, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ആ കുട്ടി ഒരു മോഡൽ കൊണ്ട് കാണിച്ചെന്നല്ലേ ഉള്ളൂ, അതെന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നു ചോദിക്കും. സാർ, ഇവർക്ക് വാക്ക് കൊടുത്തോ ഇത് ചെയ്ത് കൊടുക്കാമെന്ന്? വാക്കൊന്നും കൊടുത്തിട്ടില്ല. നല്ല വർക്ക് വരുവാണെങ്കിൽ ആ കുട്ടിക്ക് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. സാറേ, ഇതൊക്കെ വെറും പറ്റിപ്പാണ്, ഇതൊന്നും ശരിയാവത്തില്ലെന്നൊക്കെ പറയും. ഉടനെ പറയും, നിങ്ങളെൻ്റെ മോഡലുകൾ നശിപ്പിച്ചില്ലേ? എൻ്റെ സച്ചേട്ടനുണ്ടായിരുന്നുണ്ടെങ്കിലേ നിങ്ങൾ 4 പേര് ചേർന്ന് എൻ്റെ ഈ മോഡൽസ് നശിപ്പിച്ചിടുന്നത്. സച്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 4 പേരെ അടിച്ച് ശരിപ്പെടുത്തിയെന്ന് പറയും. നീ എന്താടി ഗുണ്ടയെ കൊണ്ടോ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നൊക്കെ ചോദിച്ച് ഹേമയും രേവതിയും തമ്മിൽ സംസാരിക്കാൻ. നിങ്ങളിപ്പോൾ ഈ ചവറ്റുകുപ്പയെ കൊണ്ടിട്ട് ഈ എൻ്റെ മോഡലുണ്ടല്ലോ, നാളെ ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ എന്നെ ആ പേരിൽ അറിയപ്പെടുത്തുള്ളൂ എന്ന് പറയും. രേവതി ഈ ഫീൽഡിൽ ചുവടുറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഞാൻ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്യുകയും ചെയ്യും. ഞാൻ നല്ല രീതിയിൽ ഡെക്കറേഷൻ വർക്ക് ചെയ്ത് ഞാൻ ആ പേരിൽ അറിയപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഹേമയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ രേവതിയുടെ ഒരു മാസ് ഡയലോഗൊക്കെയാണ് അവിടെ നമ്മൾ കേൾക്കുന്നത്. ആ രേവതി പോവും. അതിനുശേഷം ബാമയെ കാണാൻ വേണ്ടി ചന്ദ്ര അങ്ങോട്ട് വരികയാണ്. ബാമയുടെ വീട്ടിലോട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചന്ദ്ര എടുത്ത് നോക്കും, എന്താ ബാമേ, നിനക്കൊരു ക്ഷീണം പോലെ ചോദിക്കും. ഒന്നുമില്ല. എന്ത് പറ്റി ബാമേ, നീ എന്നെ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത്? ഒന്നുമില്ല. വീട്ടിലെ വിശേഷങ്ങളോ ചോദിക്കും. അവിടുത്തെ വിശേഷം എന്തുവാ? ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ നീലിമയെന്ന് പറഞ്ഞ പെണ്ണ് പൈസ അടിച്ചുകൊണ്ട് പോയില്ലേ, ആ പൈസ തിരിച്ചു കൊണ്ടുവന്നെന്നും പൈസയ്ക്ക് ആ ശ്രുതിയും ചെയ്ത് ഷോറൂം തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഭാമയെടുത്ത് പറയും. ആ ചോദിക്കും, ഇതിനെല്ലാം കാരണം അവൾ ഒറ്റൊരുത്തി ആ ശ്രുതിയെ ഇതെല്ലാം ചെയ്തു വെച്ചെന്നത്. അപ്പം നിൻ്റെ മോനെതിരെ യാതൊരു പങ്കുമില്ല. അവരിതൊന്നും അറിഞ്ഞതല്ല. പക്ഷേ അങ്ങനൊരു കാശ് കിട്ടിയ കാര്യം അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് വേണ്ടേ ആദ്യം പറയാൻ. എങ്കിൽ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കത്തില്ല. അവൻ്റെ ഷോറൂം തുടങ്ങാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാനത് രവിയേട്ടനൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവന് ഷോറൂം വിട്ട് കൊടുക്കത്തില്ലേ? ഇത് അവർക്ക് വേണ്ടി എന്നും ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ. എന്നെ അവൾ ചതിച്ചതെന്ന് പറയും. അവളെ മലേഷ്യൻ മരുമകളെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളെന്നും പറഞ്ഞ് അവളെ ഞാൻ തലയേക്കിട്ട് വെച്ചിരുന്നതാണ്. വർഷയോടും രേവതിയോടും പോലും ഞാൻ ഇത്രയും സ്നേഹവും ഇഷ്ടവും കാണിച്ചിട്ടില്ല. അവളാ ഭാമ എന്നെ ചതിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറയും, ചന്ദ്രേ,
സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എന്തായാലും അവളൊരു അമ്മയില്ലാത്ത കുട്ടിയില്ലേ. ഓ, അമ്മയുടെ ആണെങ്കിൽ അവൾ ഇങ്ങനെ കള്ളത്തരം കാണിക്കും. അതല്ല ചന്ദ്രൻ ഞാൻ പറഞ്ഞത്. അവളൊരു അമ്മയില്ലാത്ത കുട്ടിയാണ്. അച്ഛനും ചെയ്യില്ല. ഈ ഒരു സമയത്ത് അവൾക്ക് തെറ്റ് പറ്റിപ്പോയി. അവൾക്ക് വേണ്ടിയല്ലല്ലോ ആ കാശ് വിനിയോഗിച്ചത്. നിൻ്റെ മകനൊരു ഷോറൂം തുടങ്ങാൻ വേണ്ടിയല്ലേ. എന്തായാലും രണ്ടുപേരും ചേർന്ന് തെറ്റ് ചെയ്തു പോയി. എന്നിട്ട് നീ നിൻ്റെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നീ അവളെ കുറ്റപ്പെടുത്തുക ചെയ്ത് ശരിയല്ല. അവളൊരു അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാണ്. അവളെ നീ ഇങ്ങനെ നിരന്തരം ദ്രോഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾക്ക് തോന്നും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അവൾ അച്ഛൻ്റെ കേസ് കഴിയുമ്പോൾ ചിലപ്പോൾ അവൾ അച്ഛൻ നാട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവളെ വിളിച്ചോണെങ്കിൽ മലേഷ്യയിലോട്ട് പോകും. ശ്രുതിയോട് അവൾ ചോദിക്കും മലേഷ്യയിലോട്ട് വരുന്നുണ്ടോയെന്ന്. എന്തായാലും ശ്രുതി സ്വന്തം ഭാര്യയുടെ കൂടെ പോകത്തുള്ളൂ. ആ സമയത്ത് ഒരിക്കലും അവൻ അമ്മയുടെ കൂടെ നിൽക്കത്തില്ല. എൻ്റെ ശ്രുതിമോൻ അങ്ങൊന്നും ചെയ്യത്തില്ല. അങ്ങനൊന്നും നീ പറയണ്ട ബാമേ. 50 ലക്ഷം കിട്ടിയപ്പം സ്വന്തം വീട്ടുകാരെ മറന്നൊരു പെണ്ണിൻ്റെ കൂടെ പോയവനാണ് നിൻ്റെ മോൻ. അത് നീ മറന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. മുമ്പ് ശ്രുതി വന്ന് ബാമയടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയെങ്കിലും ചന്ദ്രയുടെ മനസ്സ് മാറ്റണമെന്ന്. അങ്ങനെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറയും. നീ എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എൻ്റെ മോനെ ഞാൻ എൻ്റെ കാര്യമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന് അവനൊരു പണക്കാരി പെണ്ണിനെ കിട്ടിയപ്പോഴത്തേക്ക് അവനമ്മ വേണ്ട. അവൻ ഇന്നേ അവർ എന്നെ ഒന്ന് കാണാനോ ഒന്നും വന്നിട്ടില്ല. ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലയോ ചന്ദ്ര താമസിക്കുന്നത് എന്നൊക്കെ പറയും. നീ അതുകൊണ്ട് ഇനി അവളെ ദ്രോഹിക്കുന്നത് നിർത്തണം. അതുകൊണ്ട് തന്നെ നീ ഇനി അവളോട് കുറച്ചുകൂടി സ്നേഹമായിട്ടൊക്കെ പെരുമാറണം. ഒരമ്മയില്ലാത്ത കുട്ടിയിൽ അവൾ എപ്പോഴും വന്ന് നിന്നെ സ്വന്തം ആൻറ്റി എന്നല്ല അമ്മ എന്ന് തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അവൾക്ക് നല്ല വിഷമമുണ്ട്. ചെയ്തു പോയ തെറ്റിന് അവൾക്ക് ശിക്ഷ എന്തായാലും നീ കൊടുത്തു കഴിഞ്ഞു. ഇനിയും അവളെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇനിയും നീ അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ തിരിച്ച് മലേഷ്യയിലോട്ട് തന്നെ പോവും. പിന്നെ നിൻ്റെ മോനും കൂടെ പോവും. അതുകൊണ്ട് നീ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് നല്ല ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ചന്ദ്രമതി തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കഴിയുമ്പോഴും ഇതേ കണക്ക് തന്നെയാണ് രവീന്ദ്രൻ സംസാരിക്കുന്നത്. ചന്ദ്രൻ നീ എന്തിനാണ് അവർ രണ്ടുപേരും ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അവർ തമ്മിൽ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഒരുമിച്ച് ഒരു റൂമിൽ കഴിയാൻ സമ്മതിക്കത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ വേർപെടുത്തി നിർത്തുന്നത് ശരിയുള്ള കാര്യമല്ല. നിൻ്റെ രീതികളൊന്നും ശരിയല്ല ചന്ദ്രൻ. എന്തായാലും തെറ്റ് സംഭവിച്ചു. നിൻ്റെ മകനും അതിനൊരു പങ്കുണ്ട്. ആ പൈസ നീലിമ തിരിച്ചു കൊടുത്തപ്പം ശ്രുതി അങ്ങനൊരു വിടുത്തം പറഞ്ഞു, ശരി ഷോറൂം തുടങ്ങാമെന്ന്. പക്ഷേ ശ്രുതി എന്ത് ചെയ്യണമായിരുന്നു? അതെൻ്റെ അച്ഛൻ്റെ കാശാണ്. ആ കാശ് നമുക്ക് തിരിച്ചു കൊടുക്കാമെന്ന് ശ്രുതിയോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൾ തെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ തെറ്റ് രണ്ടുപേരും കൂട്ടി നിന്നിട്ട് ഒരാൾക്ക് മാത്രം ശിക്ഷ കൊടുക്കുകയും അവളെ മാത്രം മറ്റൊരു രീതിയിൽ കാണുകയും ചെയ്തത് ശരിയുള്ള നടപടിയല്ല. ഇനി അവളെ നീ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവൾ തിരിച്ച് മലേഷ്യയിലോട്ട് തന്നെ പോകും എന്ന് തന്നെ രവീന്ദ്രനും പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് പിന്നെയും ടെൻഷനാവുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ തന്നെയാണ് രണ്ടുപേരും രവീന്ദ്രനും ബാമയും പറയുന്നത്. അങ്ങനെ ശ്രുതി ഷോറൂമിൽ നിന്ന് വീട്ടിൽ വരുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ കാര്യം ചോദിക്കും. ശ്രുതി വന്നില്ല അമ്മയെന്ന് പറയും. ശരി നീ ഫോൺ ചെയ്ത് ശ്രുതിയുടെ ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ ശ്രുതിയെ 2-3 തവണ ഫോൺ ചെയ്യുമ്പോഴും ശ്രുതി ഫോൺ എടുക്കത്തില്ല. അമ്മ അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് ശ്രുതിക്കാൻ ടെൻഷൻ, എന്താ അമ്മ അവൾ എടുക്കാത്ത? ഓ ഇനി ഞാൻ വിളിക്കണമായിരിക്കും അവളെ ചോദിക്കും. അങ്ങനെ ഞാൻ വിളിക്കത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും രേവതി അവിടെ ഇരിക്കുകയാണ്. രേവതി എടുത്ത് ചോദിക്കും, അല്ല രേവതി, സാധാരണ പെമ്മക്കൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ആദ്യം എങ്ങോട്ടായിരിക്കും ഓടി പോകുന്നത്? അത് സംശയമില്ല സച്ചിയുടെ സ്വന്തം അമ്മമാരെടുത്ത്. അതിന് ശ്രുതിക്ക് അമ്മയില്ലല്ലോ. പിന്നെ അവളെ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യത അവളുടെ കൂട്ടുകാരെടുത്ത്. ശരിയാ മീരയുടെ വീട്ടിൽ കാണുമെന്ന് പറയും. ഉടനെ ശ്രുതി ഫോണെടുത്ത് മീരയെ വിളിക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രുതി ഇരിപ്പുണ്ട്. കാര്യങ്ങളൊക്കെ അവിടെ മീരയോട് ഷെയർ ചെയ്യുവാണ്. മീരയോട് പറഞ്ഞിട്ടുമുണ്ട് ശ്രുതി ഫോൺ ചെയ്താൽ എടുക്കരുതെന്ന്. ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മീരയെ വിളിക്കുമെന്ന് ശ്രുതിക്ക് അറിയുകയും ചെയ്യാം. ഉടനെ മീരയ്ക്ക് കോൾ വരികയാണ്. എന്നിട്ട് ചോദിക്കും, മീര ഞാൻ കോൾ എടുക്കട്ടെ? വേണ്ട എടുക്കണ്ടെന്ന് പറയും. ശ്രുതി ഞാൻ കോൾ എടുത്തില്ലെങ്കിൽ ശ്രുതി അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. പിന്നെ നിന്നെ ഇവിടെ വെച്ച് കാണും. എന്തിനാ വെറുതെ? എങ്കിൽ നിന്നെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും. അങ്ങനെ ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് ശ്രുതിയോടുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ ഇല്ല എന്ന് പറയും. ആണോ? അല്ല ശ്രുതിയെ ഞാൻ 2 തവണ വിളിച്ച് കിട്ടിയില്ല. ശ്രുതി ഫോൺ വിളിച്ചിട്ട് കിട്ടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരണേന്ന് പറയും. ശരിയെന്ന് പറയും. അങ്ങനെ ശ്രുതിയോട് പറയും, ശ്രുതി വിളിച്ചത് നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ പറയാനാന്ന് പറയും. ഓ എന്തിനാ ഇനിയും ആൻറ്റി എന്നെ ഇട്ട് പീഡിപ്പിക്കുന്ന കാണാനായിരിക്കും എന്ന് പറയും. അതൊന്നും ആയിരിക്കത്തില്ല, നീ പോയിട്ട് വരാൻ പറയും. അങ്ങനെ ശ്രുതി വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ ശ്രുതിയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതി അകത്തോട്ട് കയറുന്ന സമയത്ത് ശ്രുതിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്രയെ ഇച്ചിരി മനസ്സലിവുള്ള രീതിയിലൊക്കെ നോക്കുകയാണ്. ഉടനെ ശ്രുതി ഓടി വന്ന്, അങ്ങനെ ശ്രുതിയെ കാണുമ്പോഴും ഇങ്ങനെ ചന്ദ്ര അങ്ങ് തിരിഞ്ഞു. ഉടനെ ശ്രുതി ഓടി വന്നിട്ട് കാലിൽ പിടിച്ചങ്ങ് മാപ്പുറം, ആൻറ്റി എന്നോട് ക്ഷമിക്കണം ആൻറ്റി, ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്, എന്നോട് ക്ഷമിക്കണം ആൻറ്റി എന്നൊക്കെ പറഞ്ഞങ്ങ് ഞാൻ ആൻറ്റി സ്വന്തം അമ്മയെ പോലെ കരുതിയത്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോ എന്നൊക്കെ പറഞ്ഞങ്ങ് കാല് പിടിച്ച് മാപ്പ് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതിയും വന്ന് ക്ഷമ പറയും. ശരി, നിങ്ങൾ 2 പേർക്കും വേണ്ടി ഞാൻ ഒരുപാട് ബാധിച്ചതായി വീട്ടിൽ, നിങ്ങളെ എന്നെ പറ്റിച്ചത്. ഇനി മേലെ 2 പേരും എന്നിൽ നിന്ന് ഒരു കാര്യം ഒളിക്കരുത്. ശ്രുതി ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ നീ അവനെ പറഞ്ഞ് തിരുത്തരുതെന്നൊക്കെ പറയും. ഇനി 2 പേരും ഒരു തെറ്റും ചെയ്യരുത്, എന്ത് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെ പറയും. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവ് ആവുകയാണ്. അപ്പം
സച്ചി അവിടെ നിൽക്കുകയാണ്. ഓ, അപ്പോൾ ജഡ്ജിയമ്മ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണല്ലേ. ശരി, ഇനി എൻ്റെ ഒരു തീരുമാനം ഞാൻ പറയാം. എന്താ എന്ന് രവീന്ദ്രൻ ചോദിക്കും. ഉടനെ പറയും, എടാ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി അതിൻ്റെ പേര് ഇനി എന്തോ പ്രശ്നം. ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയും, എനിക്കറിയാം രവിയേട്ടൻ അവൻ എന്താ പറയാൻ പോകുന്നത്. രവിയേട്ടന് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ കാശ് കൊണ്ടല്ലേ സുധി ഷോറൂം തുടങ്ങിയത്. അതിന് അവകാശം വേണമെന്ന് പറയാനായിരിക്കും. ആ, അവകാശം വേണം, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട. എനിക്കെന്തായാലും വേണ്ട, എൻ്റെ ഭാര്യയ്ക്കും വേണ്ട. പിന്നെ നിനക്ക് വേണ്ട ശ്രീകാന്തേ? എനിക്ക് വേണ്ട. നീ നിൻ്റെ ഭാര്യയോട് കൂടി ചോദിക്കില്ല. പറയും, ഞങ്ങൾക്ക് വേണ്ട. അങ്കിളിന് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ കാശ് അങ്കിള് ഇത്രയും കാലം ജോലി ചെയ്തതിന് കിട്ടിയ ഒരു ഇതാണ്. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് അങ്കിളിന് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തുവാണ്. കേട്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഇതിനകത്ത് മറ്റൊരു ട്വിസ്റ്റ് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ നീയായിരുന്നു ഷോറൂമിൻ്റെ മുതലാളി. അപ്പോൾ ഇനി മുതൽ ഷോറൂമിൻ്റെ മുതലാളി ആരാന്ന് നിനക്കറിയാവും. നീ ആയിരിക്കും മുതലാളിയാവാൻ വേണം ഒരു ഗെറ്റപ്പ്. എനിക്ക് മുതലാളിയാവണ്ടേ, ഞാൻ ഇപ്പോൾ തന്നെ ഓൾറെഡി 2 കാറിൻ്റെ മുതലാളിയാണ്. പക്ഷേ ഇനി തൊട്ട് ഷോറൂമിൻ്റെ മുതലാളി എൻ്റെ അച്ഛനാണെന്ന് പറയും. അച്ഛനോ? അതെ. അപ്പം ഞാനോ? നീ അവിടുത്തെ ഒരു ജോലിക്കാരൻ, അല്ലെങ്കിൽ ഒരു മാനേജർ, കണക്കൊക്കെ നോക്കുന്നത്. എന്തുവാടാ സച്ചി നീ പറയുന്നത്? പിന്നെ അല്ലാതെ അച്ഛൻ്റെ കാശ് കൊണ്ട് തുടങ്ങിയതല്ലേ ഈ ഷോറൂം. അപ്പോൾ അച്ഛൻ തന്നെയാണ് അതിന് മുതലാളിയായിട്ടിരിക്കാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്കങ്ങ് സന്തോഷവും. വർഷയും ശ്രീകാന്തും കൈയടിക്കാന്ന് ശ്രുതി നമ്മുടെ രേവതിയും കൂടി ചേർന്ന്, അത് ശരി, അങ്കിള് തന്നെയാണ് ഇനി കടയുടെ മുതലാളിയായിട്ടിരിക്കേണ്ടതെന്ന് വർഷ പറയും. അതൊന്നും വേണ്ട മോളെ, അതൊക്കെ വേണം. അതുകൊണ്ട് നാളെ തൊട്ട് അങ്കിളാണ് നാളെ തൊട്ട് അച്ഛനാണ് കടയുടെ മുതലാളി. നീ നാളെ തൊട്ട് കടയിലെ ഒരു ജോലിക്കാരൻ, അതായത് ഒരു മാനേജർ, കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും അച്ഛനെ കാണിക്കണം എന്ന് പറയണം. അങ്ങനെ ശ്രുതിയും സുധിയും ഭാമയും കൂടി അവർ പറയുന്നത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇനിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഓൾറെഡി മുതലാളിയായിട്ട് സച്ചി തീരുമാനിച്ചു. എല്ലാവരും അത് നടപ്പിലാക്കാൻ വേണ്ടി കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. അപ്പം അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനി രവീന്ദ്രൻ കടയിൽ വന്ന് മുതലാളിയായിട്ടൊക്കെ ചാർജ് എടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളുമായി നമുക്ക് നാളെ ബാക്കി കഥ പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.